സുഹൃത്തിന് വേണ്ടി തന്റെ കൂട്ടുകാരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനിക്ക് മനസമാധാനത്തോടെ കിടന്നിറങ്ങാൻ, അവനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി പടച്ചു തമ്പുരാനോട്, ഏകനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് അവന്റെ അസാന്നിധ്യത്തിൽ തന്റെ സുഹൃത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതും ബിളഹിരിൽ ഗൈബി, അവന്റെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിലേ ഇല്ലാ ഖാലൽ മലക്കൂ, അവിടുന്ന് മലക്ക് ആമീൻ പറയാതിരിക്കുകയില്ല. അവിടുന്ന് മലക്ക് ആമീൻ പറയുകയാണ്. മലക്ക് അവന്റെ ആമീൻ, അവന്റെ ദുആക്ക് ഇജാബത്തിന് വേണ്ടി അവന്റെ മലക്ക് അവനിക്ക് വേണ്ടി അവന്റെ ദുആക്ക് വേണ്ടിയിട്ട് ആമീൻ അല്ലാഹുവിനോട് പറയുമത്രേ. മലക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, മലക്കുകളെങ്ങാനും ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമീൻ സ്വീകരിക്കാതിരിക്കുമോ? ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ? ഏത് മലക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സദാസമയം നമസ്കാരത്തിലും ദിക്റിലും ഫിക്റിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആമീൻ പറയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അവന്റെ ദുആക്ക് വേണ്ടി ആമീൻ പറയുകയാണ്. മാത്രവുമല്ല, മലക്കുകൾ പറയുമത്രേ, വലക ബിമിസ്ലി, ദുആ ചെയ്ത ചെറുപ്പക്കാരാ നിനക്കും അതുപോലെയുണ്ട്, ദുആ ചെയ്തവനാരോ നിനക്കും അതുപോലെയുണ്ട്. നീ നിന്റെ സുഹൃത്തിന് വേണ്ടി എന്താണോ നിന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്തത്